നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഡി മണിയെ കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ 6 വർഷത്തെ സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നത്. മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. അന്വേഷണം 2019 ദേവസ്വം ഭരണ സമിതി അംഗങ്ങളിലേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ച N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ശക്തം. പ്രതിപക്ഷത്തെ ഒതുക്കാനുള്ള ശ്രമമെന്ന് സുബ്രഹ്മണ്യൻ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് VD സതീശൻ. രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല. സന്നിധാനം ഭക്തിസാന്ദ്രം. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം. തങ്കയങ്കി ചാർത്തിയ അയ്യനെ തൊഴുത് ഭക്തർ. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 നട തുറക്കും. ശബരിമലയിൽ ഇക്കുറി റെക്കോർഡ് വരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ നേതൃത്വം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഓപ്പറേഷൻ താമര. 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ചു. പുത്തൻകുരിശിൽ 2020 പിന്തുണയോടെ UDF-ന് ഭരണം. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ UDF പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. SDPI പിന്തുണയോടെ സ്ഥാനം വേണ്ടെന്ന് നിലപാട്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷം. സംഗീത പരിപാടിക്ക് നേരെ ആക്രമണം. പിന്നിൽ ജിഹാദിസ്റ്റുകളെന്ന് തസ്ലീമ നസ്രീൻ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വിലയിരുത്തി ഇന്ത്യ. ആഷസ് 4ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. 14 വർഷത്തിന് ശേഷം മെൽബണിൽ ഓസീസിനെ വീഴ്ത്തി. 2 ദിവസം കൊണ്ട് തീർന്ന മത്സരത്തിന്റെ പിച്ചിനെ ചൊല്ലി വിവാദം. വാർത്തകളിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെ ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ ദുരൂഹതയുണ്ട്. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നും അറിയില്ലെന്ന നിലപാട് ഡി മണി ആവർത്തിച്ചു. പറയാനുള്ളതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡി മണി വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായുള്ള ബന്ധം അന്വേഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ SIT എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഡി മണിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട് പോലീസുമായി ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കം SIT ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഡി മണി എന്നൊരു പേര് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ഉടൻ തന്നെ ഈ ഡി മണി ആരായെന്ന് കണ്ടെത്തുകയും ഒപ്പം ചോദ്യം ചെയ്യലടക്കം വിവരങ്ങൾ കൂടുതൽ ആരാഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് അടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. പക്ഷേ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. കാരണം ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്ന ഡി മണി താനല്ല എന്നും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ ആയിരുന്നു ഡി മണിയുടെ വിശദീകരണം. പക്ഷേ ഇത് പൂർണ്ണമായും SIT വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടവും ഒപ്പം ഒരു സമ്പന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇതിന്റെ പിന്നാമ്പുറം അടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ ഒരു ഉന്നതരിലേക്ക് എത്തുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ഉന്നതരാരൊക്കെ എന്നുള്ളൊരു അന്വേഷണവും സമാന്തരമായി നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ മെമ്പർമാരോട് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടടക്കം ആരോപിച്ചുകൊണ്ട് അവർ കഴിഞ്ഞ ദിവസം ഹാജരായില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ വരും ദിവസങ്ങളിൽ അത് അറസ്റ്റിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ വിജിലൻസ് കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഇതൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അടക്കം നൽകിയ സുപ്രധാന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യതയടക്കം നിലവിലും തള്ളിക്കളയാൻ കഴിയില്ല. കൂടുതൽ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. ഡി മണിയുമായി ബന്ധപ്പെട്ട് അവരും ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തവരുമായി തമ്മിലുള്ള ബന്ധമടക്കം സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം SITക്ക് മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 4ഓളം പഞ്ചവിഗ്രഹങ്ങൾ ഇവിടെ നിന്നും കാണാതായി എന്നടക്കമുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുകയും കൂടുതൽ തൊണ്ടുമുതൽ കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ കേസ് കോടതിയിൽ എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും ഒപ്പം നിരീക്ഷണവും ഈ അന്വേഷണത്തിൽ തുടരുന്നുണ്ട്. ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് മെമ്പർമാരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഡി മണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിണ്ടിഗൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം പുരോഗമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ഫോട്ടോ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം. ചെവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത N സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നും എടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പെടല്ലേ അതൊക്കെ. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നേടി നടന്നിട്ടില്ലല്ലോ. അതൊക്കെ പോലീസ് അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇതിലൊരു ഫോട്ടോ എന്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞില്ലേ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങളീ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയാണ്. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ. N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്.
കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റ് ഇട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റ് ഇട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാം ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കലാപാഹ്വാനം നടത്തിയെന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് എൻ സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡലപൂജ. രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നടന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ്. രാവിലെ കൃത്യം 10:10 കൂടിയാണ് ശബരിമലയിൽ മണ്ഡല പൂജാ ചടങ്ങുകൾക്ക് തുടക്കമായത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഏതാണ്ടെല്ലാം നടന്നത്. കലശവും ഏന്തി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച ശേഷം ക്ഷേത്ര നടയിലേക്ക് കടന്ന് തുടർന്ന് കലശാഭിഷേകം നടന്നു. ഇതിനുശേഷം തൊട്ടു പിന്നാലെ മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നു, അതായത് നിവേദ്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടന്നു. ഇതിനുശേഷം ദീപാരാധന നടത്തിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടന കാലത്തിന് പര്യവസാനം ആകുന്നത്. അതിനുശേഷം 30-ന് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14-നാണ് ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം. ഒരുപക്ഷെ സമീപകാലത്ത് 2018-ലെ സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം നടന്ന ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാലത്ത് നടന്നൊരു സീസൺ ശബരിമല മണ്ഡലകാലം എന്ന് തന്നെയാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ളവ ചർച്ചയായ കാലം. ആ കാലത്ത് സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെ നന്നായി കൊണ്ടുപോവുക മണ്ഡലകാലം എന്നുള്ളത് വളരെ ഒരു ജീവൻ മരണ പോരാട്ടമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അല്പം പാകപ്പിഴകൾ ഉണ്ടായെങ്കിൽ പോലും പുതിയ ബോർഡ് ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ മണ്ഡലകാലമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു താളത്തിലേക്ക് തീർത്ഥാടനകാലം തിരിഞ്ഞെത്തുകയായിരുന്നു. പിന്നെയും ചില പരാതികൾ പോലീസിനെതിരെയൊക്കെ, ചില 18-ാം പടിയിലെ ഭക്തരോടുള്ള പ്രതികരണത്തിനെതിരെയൊക്കെ പല പരാതികളും ഉയർന്നെങ്കിലും അതൊന്നും കാര്യമായി മുഴച്ചു നിന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് സ്വസ്ഥമായി മണ്ഡല തീർത്ഥാടന കാലം ഫലത്തിൽ പൂർത്തിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മകരവിളക്ക് കാലം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ദൗത്യം ബാക്കിയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. ഇത്തവണയും കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ പർണശാലകൾ കെട്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ എത്തി ഭക്ഷണം ഉൾപ്പെടെ നൽകുന്ന രീതിയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നത് അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പഴയ പോലെ 70,000 പേർക്ക് വെർച്വൽ ക്യൂ ദർശനമുണ്ടാകും. അതിന് ശേഷം 5,000 പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുക. ഈ സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടായിരിക്കും തീർത്ഥാടന കാലം വരാൻ പോകുന്നത്. എന്തായാലും ഇനി 30-ന് വേണ്ടി വീണ്ടും നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തർ. ഇടവേളയാണ്. ഇടവേളയ്ക്ക് തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 7 ജില്ലാ പഞ്ചായത്തുകൾ വീതം LDF-ഉം UDF-ഉം ഭരിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് LDF ഭരണം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ UDF ഭരണസമിതിയും നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് V. പ്രിയദർശിനിയും, കൊല്ലത്ത് R. ലതാദേവിയും, പത്തനംതിട്ടയിൽ ദീനാമ റോയും, ആലപ്പുഴയിൽ A. മഹേന്ദ്രനുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. കോട്ടയത്ത് ജോഷി ഫിലിപ്പും, ഇടുക്കിയിൽ ലീല സ്റ്റീഫനും,
എറണാകുളത്ത് KG രാധാകൃഷ്ണനും തൃശൂരിൽ മേരി തോമസും സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് T ശശിയാണ് പ്രസിഡന്റ്. പ്രതിപക്ഷമില്ലാത്ത മലപ്പുറത്ത് TA ജബ്ബാർ ഹാജിയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മില്ലി മോഹനും വയനാട്ടിൽ ചന്ദ്രിക കൃഷ്ണനും കണ്ണൂരിൽ ബിനോയ് കുര്യനും കാസർഗോഡ് സാബു എബ്രഹാമും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ UDF പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചു. S ഗീത പ്രസിഡന്റ് സ്ഥാനവും P ലളിതാകുമാരി വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. SDPIയുടെ പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനം വേണ്ടെന്ന നിലപാടിലാണ് രാജി. UDF പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ടായ തർക്കമാണ് രാജിയിൽ കലാശിച്ചത്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ നിരസിച്ച് UDF. SDPI പിന്തുണ ലഭിച്ച KV ശ്രീദേവി രാജിവെച്ചു. UDFനും BJPക്കും 5 വീതം അംഗങ്ങളുള്ള പഞ്ചായത്തിൽ SDPIക്ക് 3 പ്രതിനിധികളുണ്ട്. LDFന് 1 പ്രതിനിധിയാണ് ഉള്ളത്. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കൊല്ലം ചിറക്കരയിൽ വൺ ട്വിസ്റ്റ്. UDF പിന്തുണയോടെ സ്വതന്ത്രൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM മുൻ ലോക്കൽ സെക്രട്ടറിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണൻ. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ UDF പിടിച്ചു. 8 വീതം അംഗങ്ങളോടെ LDFും UDFും തുല്യത പാലിച്ചപ്പോൾ BJPയുടെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF ഭരണത്തിൽ. എന്നാൽ LDFും UDFും തുല്യത പാലിച്ച വടവുകോട് പഞ്ചായത്തിൽ LDF നറുക്കെടുപ്പിലൂടെ ഭരണം പിടിച്ചു. ഇവിടെ 2020 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പോത്താനിക്കാട് പഞ്ചായത്തിൽ LDFും പൂതൃക്കയിൽ 2020യും ഭരണം പിടിച്ചു. എറണാകുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരവധി പഞ്ചായത്തുകളിലാണ് നറുക്കെടുപ്പിലൂടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടി വന്ന് പഞ്ചായത്ത് ഭരിക്കുന്നവരെ തെരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനമായും പുത്തൻകുരിശ് പഞ്ചായത്തിൽ വലിയ ട്വിസ്റ്റാണ് ഉണ്ടായത്. LDF പിന്തുണയോടെ UDF ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. LDF അതായത് 2022 അംഗങ്ങളും UDFന് പിന്തുണ നൽകിയതോടെ UDFന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പുത്തൻകുരിശ് പഞ്ചായത്തിലുണ്ടായത്. UDFന്റെ റെജി തോമസ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കുക. അതുപോലെ തന്നെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ UDF നറുക്കെടുപ്പിലൂടെയാണ് LDF അധികാരത്തിലെത്തുന്നത്. അതേസമയം CPMലെ അമൃതയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം പൂത്തൃക്കൈ പഞ്ചായത്തിൽ 2020ക്കാണ് നറുക്കെടുപ്പിലൂടെ വിജയം ഉണ്ടായത്. ഇതോടുകൂടി 2020 നേരത്തെ നഷ്ടപ്പെട്ട് പോയ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ 2020ക്ക് 4 പഞ്ചായത്തുകൾ കയ്യിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 2020ക്കും വലിയ നേട്ടമാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടും 2020ക്ക് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാലും തെരഞ്ഞെടുപ്പ് അതായത് നറുക്കെടുപ്പിലൂടെ ഫലം വരാൻ ഇനിയും ചില പഞ്ചായത്തുകൾ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. പല പഞ്ചായത്തുകളിലെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ പല പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുപ്പ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എന്തായാലും ഫലം അറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വലിയ ടൈ ആയിരുന്നു UDFും LDFും തമ്മിൽ പല പഞ്ചായത്തുകളും ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും 82 പഞ്ചായത്തുകളിലെ 69 പഞ്ചായത്തിന് UDFിന് മേൽക്കൈ ഉണ്ടായിരുന്നു. ഈ ചില പഞ്ചായത്തുകളിലാണ് ഇങ്ങനെ വടവുകോട് പുതുക്കൈ പോലെയുള്ള ചില പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലൊരു ടൈ വന്നിട്ടുണ്ടായിരുന്നത്. അതിനും ഏതാണ്ട് പരിഹാരമായിരിക്കുകയാണ്. എന്തായാലും ചില പഞ്ചായത്തുകളുടെ റിസൾട്ട് അറിയാനുണ്ട്. ഫലം അറിഞ്ഞ ശേഷമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. കോൺഗ്രസിലെ 8 അംഗങ്ങളും രാജിവെച്ചു. പാർട്ടി ജില്ലാ നേതൃത്വവുമായുള്ള അസ്വാരസ്യമാണ് കൂട്ടരാജിക്ക് പിന്നിൽ. പഞ്ചായത്തിൽ 10 അംഗങ്ങൾ ഉണ്ടായിരുന്ന LDF ഭരണത്തിലെത്താനിരിക്കെയാണ് അസാധാരണ നീക്കമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 24 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ സ്വതന്ത്രയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കൽ രാജിവെച്ചവരുടെയും BJPയുടെയും പിന്തുണയോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റത്തൂരിൽ കോൺഗ്രസ് BJP അവിശുദ്ധ ബന്ധമെന്നാരോപിച്ച് CPM രംഗത്തെത്തുകയും ചെയ്തു. പാലക്കാട് അഗളി പഞ്ചായത്തിൽ ട്വിസ്റ്റ്. UDF അംഗമാണ് LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. UDF അംഗം മഞ്ജുവാണ് കൂറുമാറിയത്. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയില്ലെന്നാണ് മഞ്ജുവിന്റെ വിശദീകരണം. മഞ്ജുവിനെതിരെ അധിക്ഷേപ ഭീഷണി മുദ്രാവാക്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചാണ് മുദ്രാവാക്യം. കോട്ടായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തും LDF ഭരിക്കും. കോട്ടായിൽ നറുക്കെടുപ്പിലൂടെ LDFിലെ
സുധേഷിന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ആദ്യമായി UDF-ന് നഷ്ടപ്പെട്ടു. LDF-ലെ പ്രമോദാണ് പ്രസിഡന്റ്. പണം വാങ്ങി വിഴുങ്ങിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? രാജിവെക്ക മഞ്ജു എന്നൊരു പലനാറി നിന്നെ ഞങ്ങൾ എടുത്തോളാം. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും മലപ്പുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും LDF ഭരിക്കും. LDF-ഉം UDF-ഉം തുല്യത പാലിച്ച 3ഇടത്തും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ നിശ്ചയിച്ചത്. തൃത്താലയിൽ PR കുഞ്ഞുണ്ണിയും പൊന്നാനിയിൽ R ഗായത്രിയും എടക്കാട് KV ബിജുവും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF അംഗത്തിന്റെ വോട്ട് ലഭിച്ചതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF പിടിച്ചു. RJD അംഗത്തിന്റെ വോട്ടാണ് UDF-ന് ലഭിച്ചത്. ഇതോടെ പ്രസിഡന്റായി കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF-ന് 40 വർഷത്തിന് ശേഷമാണ് UDF ഭരണത്തിലെത്തുന്നത്. നറുക്കെടുപ്പിലൂടെ UDF-ന്റെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്താണ് മുണ്ടേരി. 11 വീതം അംഗങ്ങളുമായി LDF-ഉം UDF-ഉം തുല്യത പാലിച്ച പഞ്ചായത്തിൽ വോട്ടെടുപ്പിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF ഭരണത്തിന് വഴി തുറന്നത്. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉറച്ച് ലാലി ജെയിംസ്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ലാലി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ തുറന്നടിച്ചു. രാത്രിയുടെ മറവിൽ സസ്പെൻഡ് ചെയ്ത നടപടി അപക്വമാണ്. വിഷയത്തിൽ AICC-യെയോ KPCC-യെയോ സമീപിക്കില്ല. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായി ഇരിക്കുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി എറണാകുളം ജില്ലാ നേതൃത്വത്തിനോട് ഉമാ തോമസ് MLA-ക്കും കടുത്ത അതൃപ്തി. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലി ഉമാ തോമസ് MLA-യും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂപപ്പെട്ടു. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്നാണ് ഉമാ തോമസിന്റെ പരാതി. I ഗ്രൂപ്പുകാരനായ റാഷിദിനെയാണ് നഗരസഭാ അധ്യക്ഷനാക്കിയത്. ഷാജി വാഴക്കാലയുടെ പേരാണ് ഉമാ തോമസ് നിർദ്ദേശിച്ചത്. എന്നാൽ അത് പരിഗണിച്ചില്ല. ജില്ലയിൽ പലയിടത്തും പല വ്യവസ്ഥകളാണെന്നാണ് ഷാജി വാഴക്കാലയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അതിനകത്തൊരു പക്ഷേ എൻ്റെ ലാഭമോ എൻ്റെ നഷ്ടമോ അല്ല. എൻ്റെ ഒരു പാർട്ടി, ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എല്ലാ കാലത്തും കൂടെ നിന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അതിന് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ലാഭനഷ്ടങ്ങളൊന്നും കൂട്ടാതെ ആ പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഇപ്പോൾ KPCC-യുടെ നോംസിന് വിരുദ്ധമായി ഒരു നിലപാട് കൈക്കൊണ്ടു എന്ന് പ്രിയങ്കരിയായ MLA പറയുമ്പോൾ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ചർച്ച ചെയ്യേണ്ട തലങ്ങൾ വേറെയാണ്. ഞാൻ അതിന് അഭിപ്രായം പറയേണ്ട ഒരാളല്ല. ഞാനിപ്പോൾ തൃക്കാക്കരയിൽ ജയിച്ചു വന്ന 8 സ്ഥാനാർത്ഥികളെ, തൃക്കാക്കരയിൽ 48 ഡിവിഷനിലെ 8 സ്ഥാനാർത്ഥികളുടെ വാർഡിൽ നിന്നാണ് മത്സരിച്ച് കയറാൻ കഴിഞ്ഞത്. വലിയ ചാരിതാർത്ഥ്യം. പാർട്ടി നൽകിയ അംഗീകാരം ശിരസാ വഹിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല, പരാതിയുമില്ല. എന്നാൽ MLA പറഞ്ഞ MLA-യുടെ ഒരു ഭാഗം, ആ ഭാഗത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ 100% ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന നേതൃത്വത്തോട് വിയോജിച്ച് ജില്ലാ ഘടകങ്ങൾ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ബാധിച്ചെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ നിലപാട്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന ചോദ്യവും നേരിടേണ്ടി വന്നു. ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും സംഭവിച്ചു. വർദ്ധിപ്പിച്ച പെൻഷനും കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നില്ലെങ്കിൽ തോൽവി കനത്തതാകുമായിരുന്നുവെന്നും ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. ശബരിമല സ്വർണ്ണക്കൊള്ള, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഭരണവിരുദ്ധ വികാരം, ഈ 3 കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു എന്ന കാര്യത്തിലാണ് CPM-ൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നും CPM സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു നിലപാടല്ല കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ച പോകുമ്പോൾ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും ജില്ലാ കമ്മിറ്റികളിലും ചർച്ച വരുമ്പോൾ ഉണ്ടായത്. ശബരിമല വലിയ തിരിച്ചടിയായെന്ന് തന്നെ വലിയ ശക്തമായ അഭിപ്രായം ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്നു. CPM നേതൃത്വത്തിന് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നായിരുന്നു വിമർശനം. ശബരിമല ഉൾപ്പെടുന്ന
പന്തളം ശബരിമലയുമായി ബന്ധപ്പെട്ട പന്തളം അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ശബരിമല തിരിച്ചടിയായെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്നുവെന്ന ചോദ്യമാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചത്. അങ്ങനെ അവിടെ നേട്ടമുണ്ടാകുമ്പോഴും മറ്റു പലയിടങ്ങളിലും അത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ജില്ലാ ഘടകങ്ങളുടെ കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം. 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി നൽകിയാണ് താഴെ തട്ടിൽ നിന്ന് CPM തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ, വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന ചോദ്യം അതിന് ഉത്തരം കണ്ടെത്താൻ CPM ശ്രമിക്കുന്നത് ഈ ചോദ്യാവലിയുമായാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരശേഖരണം അത് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം CPM തയ്യാറാക്കുക. എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് തിരുത്തേണ്ടതെന്ന തീരുമാനത്തിലേക്ക് CPM എത്തുക. CPM സംസ്ഥാന സെക്രട്ടറി ശബരിമല വോട്ടിന് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് അതായിരുന്നില്ല. ശബരിമലയും പരാജയത്തിന് ഒരു കാരണമായിരുന്നിരിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതും കൃത്യമായ ഭിന്നത വ്യക്തമാണ്. ഒരുപക്ഷെ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ വിലയിരുത്തലിലേക്കാകാം CPM പോകുന്നത്. ഈ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക്, സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് പ്രാദേശികമായ പ്രശ്നങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന, ഉദാഹരണത്തിന് തിരുവനന്തപുരം, കൊല്ലം നഗരസഭകൾക്കെതിരെ ഉണ്ടായിരുന്ന ജനവികാരം അടക്കമുള്ള പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായിട്ടുണ്ട്. സംഘടനാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് താൽപര്യമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കി എന്ന വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് കീഴ്ഘടകങ്ങളോട് CPM നിർദ്ദേശിച്ചത്. എല്ലാം ഭരണവിരുദ്ധ വികാരമെന്നും ശബരിമലയെന്നും ന്യൂനപക്ഷ വോട്ടുകൾക്കെതിരായി എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങാതെ ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാകും പരിശോധിക്കുക. അതിനുശേഷം ഒരു തിരുത്തൽ നടപടികളിലേക്ക് CPM-ഉം സർക്കാരും കടക്കും. പാർട്ടികളുടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ അവലോകന യോഗങ്ങൾക്ക് ശേഷമാകും ജനുവരി ആദ്യ ആഴ്ച ഇടതുമുന്നണി നേതൃയോഗം ചേരുക. അവിടെയും തിരുത്തൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഏതായാലും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും മുൻപിൽ തിരുത്താനുള്ളത്. ആഴ്ചകൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനിരിക്കുന്നു. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ തിരുത്തി, പോരായ്മകൾ തിരുത്തി, ജനത്തിന്റെ വിരുദ്ധ മനോഭാവം മാറ്റി അവരെ ഒപ്പം നിർത്താനുള്ള നടപടികളിലേക്കാകും CPM-ഉം ഇടതുമുന്നണിയും കടക്കുക. അതിന്റെ ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി AKG സെന്ററിൽ ചേരുക. തൊട്ടു പിന്നാലെ അടുത്തയാഴ്ച ആദ്യം തന്നെ CPI-യുടെ നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. നിയമസഭയിൽ മത്സരിക്കാനൊരുങ്ങുന്ന കോൺഗ്രസ് MP-മാർക്ക് ഹൈക്കമാൻഡിന്റെ ചെക്ക്. ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടില്ലെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തണം. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിലവിലെ MP-യുടെ ഉത്തരവാദിത്വം. കോന്നിയിൽ മത്സരിക്കാനൊരുങ്ങുന്ന അടൂർ പ്രകാശിനും ഹൈക്കമാൻഡ് നിലപാട് വെല്ലുവിളി. UDF-ന്റെ വിജയസാധ്യത മുന്നിൽ കണ്ട് മിക്ക MP-മാരും ഇക്കുറി നിയമസഭാ മോഹത്തിലാണ്. ലോക്സഭാംഗങ്ങളായ ഒരു പിടിയോളം കോൺഗ്രസ് MP-മാരാണ് നിയമസഭയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പ്രധാനപ്പെട്ട കാരണം നിയമസഭയിൽ ഒരു വലിയ വിജയം UDF-നുണ്ടായെങ്കിൽ വിജയിച്ചു കയറിയാൽ മന്ത്രിമാരാവാം എന്ന പ്രതീക്ഷയാണ് ഇവരിൽ പലർക്കുമുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സജീവമാകാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇവരെല്ലാവരും ഈ നീക്കത്തെ കാണാവുന്നത്. മുമ്പ് തന്നെ ഇത് ചിലർ പരസ്യമായും ചിലർ രഹസ്യമായും തങ്ങളുടെ നിയമസഭാ മോഹങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടതാണ്. പക്ഷേ ഇവർക്ക് കാത്തിരിക്കുന്ന വെല്ലുവിളി വലുതാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സമ്മതിക്കുന്നില്ല. അതായത് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്തി നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന കർശന നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിയമസഭാ മോഹമുള്ള പലർക്കും ഇത് വൻ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടാൻ ഒരു സാഹചര്യവും ഉണ്ടാവരുത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും ഈ നിയമസഭാ മോഹമുള്ള MP-മാർക്ക് കഴിയണമെന്നതാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും സാധ്യതകളിലേക്കും കടക്കുമ്പോൾ MP-മാർക്ക് കടന്നു വരവാൻ വലിയ വെല്ലുവിളിയാണുള്ളത്. ഇതിൽ ചെറിയ ചില ഇളവുകൾക്ക് സാധ്യതയുണ്ട്. ഉദാഹരണമായി അടൂർ പ്രകാശിന് കോന്നി പിടിച്ചെടുക്കാൻ അടൂർ പ്രകാശ് എത്തിയാലേ സാധിക്കൂ എന്ന വിലയിരുത്തലുണ്ടായ ഒരു പക്ഷേ അടൂർ പ്രകാശിന് ചില ഇളവുകൾ ഉണ്ടായേക്കാം. പക്ഷേ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെയെങ്കിൽ പകരം ആര് സ്ഥാനാർത്ഥിയാവും, ഉപതെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താനാകുമോ, ഇങ്ങനെ ചോദ്യങ്ങളും കോൺഗ്രസിനെ കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള സിറ്റിംഗ് MP-മാർക്ക് നിയമസഭയിലേക്ക് വരണമെങ്കിൽ കടുത്ത വെല്ലുവിളിയുണ്ട്. അടൂർ പ്രകാശിന് പുറമെ രാജ്മോഹൻ ഉണ്ണിത്താൻ, K. സുധാകരൻ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള MP-മാരാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കളമൊരുക്കുന്നത്. പക്ഷേ ഇവർക്ക് മുന്നിൽ എല്ലാം വെല്ലുവിളി ഉണ്ടാക്കുന്നത് ഹൈക്കമാൻഡിന്റെ പുതിയ നിബന്ധനകളാണ്.
യുക്രൈനിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ജനുവരി 22 വരെ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. കളക്ടർക്കോ BLOമാർക്കോ ആണ് പരാതികൾ സമർപ്പിക്കേണ്ടത്. ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് 10 ഫോം വീതം ഒരു ദിവസം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കിയാൽ അതിലും അപ്പീൽ നൽകാനാകും. ഒരു മാസത്തിൽ 30 ലക്ഷം പേരുടെ പരാതികൾ തീർപ്പാക്കുമെന്നും ഇതിനായി BLOമാർക്ക് പരിശീലനം നൽകുമെന്നും രത്തൻ ഖേൽക്കർ അറിയിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് SIR തിരിച്ചറിയൽ രേഖയാക്കുന്നതിനെ എതിർത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിലാണ് രൂക്ഷ വിമർശനമുയർന്നത്. കോൺഗ്രസ്, CPM, CPI, കേരള കോൺഗ്രസ്, RSP എന്നീ പാർട്ടികളുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ എതിർത്തത്. വോട്ടവകാശം ജാതിയെയോ മതത്തെയോ അടിസ്ഥാനമാക്കിയാകരുതെന്ന പൊതു അഭിപ്രായമാണ് യോഗം മുന്നോട്ട് വച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപടമാണ് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDF അംഗം C കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെന്ന് കോടതി അറിയിച്ചു. ഡൽഹി മോഡൽ ബുൾഡോസർ രാജ് കർണാടകയിലും. സർക്കാർ ഭൂമി ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ 300ഓളം വീടുകൾ കർണാടക സർക്കാർ ഇടിച്ചു നിരത്തി. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ. ഫക്കീർ കോളനിയിലേക്കും വസീം ലേ ഔട്ടിലെയും വീടുകളാണ് നോട്ടീസ് പോലും നൽകാതെ ഇടിച്ചു നിരത്തിയത്. സർക്കാർ ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു നടപടിയെന്നാണ് സർക്കാർ വിശദീകരണം. കോൺഗ്രസ് സർക്കാരിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. യുക്രൈൻ മുന്നോട്ട് വെച്ച 20-ദിന സമാധാന കരാറിൽ സെലൻസ്കി ട്രംപ് നിർണായക ചർച്ച. ഫ്ലോറിഡയിൽ നാളെ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. 90% ചർച്ചയും പൂർത്തിയായെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി. അതേസമയം പുതിയ കരാറിൽ റഷ്യ സമ്മതം അറിയിച്ചിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 28-ദിന സമാധാന പദ്ധതി പരിഷ്കരിച്ചാണ് യുക്രൈൻ അവരുടെ 20-ദിന കരാർ രൂപീകരിച്ചത്. വിഷയത്തിൽ ട്രംപിന്റെ അംഗീകാരം നേടിയെടുത്ത് 4 വർഷമായി റഷ്യയുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ലക്ഷ്യം. ഇതിനായി നാളെ ഫ്ലോറിഡയിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ കാര്യങ്ങൾ സെലൻസ്കി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാകില്ല. യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയ ഡോൺബാസ് മേഖലയുടെയും സാഫോരീസിയ ആണവ നിലയത്തിന്റെയും കാര്യമാണ് തലവേദനയാകുന്നത്. ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു US നിർദ്ദേശം. ഇത് യുക്രൈൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ ജനഹിത പരിശോധന നടത്തണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഹിതപരിശോധന പൂർത്തിയാക്കാൻ 60 ദിവസം എടുക്കുമെന്നും ഈ കാലയളവിൽ റഷ്യ വെടിനിർത്തൽ പാലിക്കണമെന്നും യുക്രൈൻ പുതിയ സമാധാന കരാറിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഡോൺബാസ് മേഖലയുടെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നതാണ് റഷ്യയുടെ ആവശ്യം. സാഫോരീസിയ ആണവ നിലയം US-നും റഷ്യയ്ക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കൺസോർഷ്യം ഏറ്റെടുക്കണമെന്നതായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. എന്നാൽ യുക്രൈൻ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പകരം സാഫോരീസിയയുടെ പ്രവർത്തനം യുക്രൈനും US-ഉം ഒരുമിച്ച് നടത്തണമെന്ന ആശയമാണ് സെലൻസ്കി മുന്നോട്ട് വെച്ചത്. ഇതും റഷ്യ അംഗീകരിച്ചിട്ടില്ല. യുക്രൈന്റെ 20-ദിന സമാധാന കരാർ തങ്ങൾ US-ഉമായി നടത്തിയ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് പ്രതികരിച്ചത്. എന്തായാലും നാളെ ഫ്ലോറിഡയിൽ വെച്ച് US നിലപാട് വ്യക്തമാക്കുന്നതോടെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ പുതിയ തലത്തിലേക്കെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗ്ലാദേശിൽ പ്രശസ്ത റോക്ക് സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ ആക്രമണം. 25 പേർക്ക് പരിക്കേറ്റതായി വിവരം. പിന്നിൽ ജിഹാദിസ്റ്റുകൾ എന്ന് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഫരീദ്പൂർ ജില്ലാ സ്കൂളിന്റെ 185-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ജെയിംസ് എന്ന റോക്ക് സ്റ്റാറിന്റെ സംഗീത നിശ സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:30 ജെയിംസ് വേദിയിലെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഏതാനും ചിലർ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് സമീപം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു.
സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഘാടകരും ഇവരെ തടഞ്ഞതോടെ ആൾക്കൂട്ടം അക്രമാസക്തരായി. സ്റ്റേജിന് നേരെയും കാണികൾക്ക് നേരെയും ഇവർ വലിയ തോതിൽ കല്ലുകളും ഇഷ്ടികകളും എറിഞ്ഞു. കുറഞ്ഞത് 25 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. സ്ഥിതിഗതികൾ വഷളായതോടെ ജില്ലാ ഭരണകൂടം പരിപാടി റദ്ദാക്കി. അക്രമികൾക്കിടയിൽ പെട്ടുപോയ ജെയിംസിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് മാറ്റി. അദ്ദേഹത്തിനോ മറ്റ് ബാൻഡ് അംഗങ്ങൾക്കോ പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. പിന്നിൽ പാട്ടുകളെ നൃത്തത്തെയും എതിർക്കുന്ന ജിഹാദിസ്റ്റുകളാണെന്ന് എഴുത്തുകാരി തസ്ലീമ നസ്ലിൻ ആരോപിച്ചു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ 17 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാവുമായ താരിഖ് റഹ്മാൻ രാജ്യത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അസുഖബാധിതയായി കിടക്കുന്ന അമ്മയെ കാണാനാണ് തിരിച്ചെത്തിയതെന്നാണ് പറയുന്നതെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. BNP ജമാഅത്തെ ഇസ്ലാമിയുമായി ദശാബ്ദങ്ങളായി തുടരുന്ന സഖ്യം അടുത്തിടെ ഉപേക്ഷിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി വോട്ടിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നുവെന്നാണ് താരിഖ് റഹ്മാൻ മുൻപ് ആരോപിച്ചത്. ഇത് കാരണം ഹിന്ദു വോട്ടുകൾ BNPയിലേക്ക് എത്തിയേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഒരു സ്കൂളിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. നിരവധി വിദ്യാർത്ഥികളൊക്കെയുള്ള ഒരിടമാണ്. അവിടെ ഇത്തരം ഒരു ആക്രമണം അഴിച്ചുവിടാൻ ആക്രമികൾ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും? ഇതിന് പിന്നിലെ കാരണം എന്തെങ്കിലും വ്യക്തമാണോ? അനുശ്രീ, ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി വലിയ രീതിയിലുള്ള കലാപങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നു വരുന്നത്. ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഇൻകിലാബ് മഞ്ച എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംഘടനയുടെ, അതായത് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൻ്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ നയിക്കുന്ന മുഹമ്മദ് യൂനിസിൻ്റെ വലം കൈയായിരുന്ന ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന യുവാവിനെ, 32 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അയാളെ ഒരു സംഘം ആളുകൾ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയും പിന്നീട് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ രാജ്യത്ത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇതിൽ കൂടുതലും ആക്രമിക്കപ്പെട്ടത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ. അതിൽ 2 പേർ അതിക്രൂരമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ ഇന്ത്യയിലടക്കം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിനെതിരെ. ഇപ്പോഴിത് അടുത്ത ഒരു സംഭവമാണ് ഇതുണ്ടായിരിക്കുന്നത്. ജെയിംസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പരിപാടി അവിടുത്തെ ഫരീദ്പൂർ ജില്ലാ സ്കൂളിൽ നടക്കാനിരിക്കെ ഇയാൾ ഈ ഒരു സംഗീതജ്ഞൻ എത്തുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് ഒരു സംഘം ആളുകൾ സ്റ്റേജിലും അതുപോലെ സദസ്സിലുമായി എത്തി വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയും അവിടുത്തെ ആളുകൾക്ക് കൂട്ടം കൂടി എത്തിയ ആളുകൾക്ക് നേരെ കല്ലെറിയുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 25ഓളം പേർക്ക് പരിക്കേറ്റു. വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഒരു സംഗീത നിശ മാറ്റിവെക്കേണ്ട, നിർത്തലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇത്തരത്തിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള അരാജകത്വമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 12-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ ഇടക്കാല സർക്കാരിൻ്റെ നേതാക്കൾക്ക്, അതിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസിനടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു കലാപങ്ങളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവരെ കലാപം നയിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം അവിടെ നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് BNPയുടെ, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ തിരികെ എത്തിയിരിക്കുന്നത്. അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ മുൻപ്, അതായത് അവാമി ലീഗ് നാട്ടിലുണ്ടായിരുന്ന കാലത്ത് അവർ ഒരുമിച്ചായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു സഖ്യം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടാണ് ആ സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്ത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും കലാപങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ BNPക്ക് തങ്ങൾക്ക് പല റോളുകളും വഹിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ താരിഖ് റഹ്മാൻ 17 വർഷത്തെ ലണ്ടൻ വാസം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ച് ബംഗ്ലാദേശിലെത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 12-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം കൃത്യമായി ഉറപ്പാക്കി അവിടെ ജമാഅത്തെ ഇസ്ലാമി അട്ടിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഭരണ നേതൃത്വം തങ്ങളെ കയ്യിലെടുത്ത് അതുപോലെ
താരിഖ് റഹ്മാൻ അവിടുത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെ നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി വ്യക്തമാണ്. കാരണം താരിഖ് റഹ്മാൻ എത്തിയതിനു ശേഷം ആശുപത്രിയിൽ കിടക്കുന്ന അമ്മ ഖലേദ സിയെ കണ്ടതിനു ശേഷം പിന്നീട് അവിടെ അദ്ദേഹം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനും ആളുകളോട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെയാണ് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു ആഹ്വാനം കൂടി നടത്തിയിരിക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ബംഗ്ലാദേശിന്റെ സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ, അതായത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ISIയുടെ പിന്തുണ പരോക്ഷമായി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ മാറ്റിക്കൊണ്ട് പുതിയ BNP സർക്കാരിനെ അവിടെ തിരികെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് താരിഖ് റഹ്മാന്റെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങൾ അത് എത്രയും വേഗം അടിച്ചമർത്താനുള്ള നീക്കങ്ങളിലേക്കാണ് ഇടക്കാല സർക്കാർ പോകുന്നത്. കാരണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കം ഉള്ള പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏറ്റവും കലാപകലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഹിന്ദുക്കളടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ കൂടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇൻകുലാബ് മൻഷയുടെ നേതാവ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടായത്. നേരത്തെ നമുക്കറിയാം അവിടെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. അതിൽ നിരവധി ആളുകൾ 1400ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN-ന്റെ കണക്ക്. സർക്കാരിന്റെ കണക്ക് 900-900-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ്. അങ്ങനെ അഭിലാഷ്, ഈ ആക്രമണങ്ങളൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ ആൾക്കൂട്ട കൊലപാതകത്തെ തുടർന്ന് 2 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴിതാ ഒരു സ്കൂളിൽ സംഗീത നിശയ്ക്കെതിരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതിനോടൊക്കെയുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൊല്ലപ്പെടുന്നതിൽ വലിയ ആശങ്ക ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം നേരത്തെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത്ര നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല. നേരത്തെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷ അവിടുത്തെ കോടതി വിധിച്ച സമയത്ത് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്ത്യ ചെവിക്കൊണ്ടില്ല. ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സുരക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. അക്കാര്യത്തിലടക്കം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്രമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന യുവാവിനെ തീ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ കോൺസുലേറ്റിലേക്ക്, ഡൽഹിയിലെ ബംഗ്ലാദേശിന്റെ കോൺസുലേറ്റിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനെ വലിയ രീതിയിൽ വക്രീകരിച്ചുകൊണ്ടുള്ള മാധ്യമ വാർത്തകളും പ്രസ്താവനകളും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതെല്ലാം തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. അങ്ങനെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല സർക്കാരിനെ, മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ മാറി പകരം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇന്ത്യയും. കാരണം 2 രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അടുത്തൊരു അയൽ രാജ്യം കൂടിയാണ്. മാത്രമല്ല അവിടെ തമ്മിൽ വലിയ രീതിയിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടുന്ന് ഫ്രിഞ്ച് എലമെന്റുകൾ അല്ലെങ്കിൽ അവിടുന്ന് ഈ കലാപകാരിയായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യതകൾ കൂടി ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷകൾ കൂടിയാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിസകൾ അവർ താത്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം അത് ഉലഞ്ഞിരിക്കുന്ന സാഹചര്യം. പക്ഷേ അപ്പോഴും അവിടുത്തെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവ് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പ്രശസ്ത കലാസംവിധായകൻ കെ ശേഖർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചാണ് അന്ത്യം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയുടെ കലാസംവിധാനമാണ് ശേഖറിനെ ശ്രദ്ധേയനാക്കിയത്. സിനിമയിലെ ആലിപ്പഴം പെറുക്കാം എന്ന പാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ട കറങ്ങുന്ന മുറി ശേഖറിന്റെ സൃഷ്ടിയായിരുന്നു. പടയോട്ടം സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായാണ് തുടക്കം. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് 1 മുതൽ 0 വരെ തുടങ്ങിയ ചിത്രങ്ങളുടെയും കലാസംവിധായകനായി പ്രവർത്തിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് കലാസംവിധാന രംഗത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവാവിന്റെ ആക്രമണം. ബാർ ജീവനക്കാരനായ യുവാവ് IAS അക്കാദമി അടിച്ചു തകർത്തു. ആക്രമണത്തിൽ സ്ഥാപനത്തിന്റെ ജനലും ലോഗോ ബോർഡും നശിപ്പിച്ചു. അക്കാദമിയുടെ മുന്നിൽ നടന്ന വാക്തർക്കം ചോദ്യം ചെയ്തതിനാലാണ് പരാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു.
ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദേശത്തെ കള്ളിംഗ് പുരോഗമിക്കുന്നു. 5 പഞ്ചായത്തുകളിലായി ഇതുവരെ 3795 പക്ഷികളെയാണ് കൊന്നത്. പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് നശിപ്പിക്കുന്നത്. തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്ര സൗത്ത്, പുറക്കാട്, ചെറുതന, നെടുമുടി, അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തുകളിലാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 19,881 പക്ഷികളെയാണ് ജില്ലയിൽ മുഴുവൻ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടത്. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകൾ കള്ളിങ് പൂർത്തിയായി. മറ്റു പഞ്ചായത്തുകളിൽ ഇന്നും തുടരും. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് നശീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. PPE കിറ്റുകൾ ധരിച്ചാണ് പ്രതിരോധ പ്രവർത്തകർ കള്ളിങ് നടപടികൾ പൂർത്തീകരിച്ചത്. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തൽ നിരോധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ, ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റിലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റിലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനോക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. 1 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റിലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റിലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനോക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60 ലക്ഷം 75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇവിടെ ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക്
ടവർ പിന്നെ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ വനപഞ്ചായത്തിനെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ ഒരു പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷിസങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,055, പവന് 1,04,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,830, പവന് 86,640. വെള്ളി ഗ്രാമിന് 260, കിലോ 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ MG രേണുക ചേരും. നമസ്കാരം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ